ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നേർവയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ദൈവവചനം ചിന്തിപ്പാൻ ദൈവം ഒരു അവസരം തന്നതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം വായിക്കുന്നു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഏതാണ്ട് 2-ാം വർഷത്തിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഗലീലയിലെ ശുശ്രൂഷ നടക്കുന്ന കാലത്ത് ഒരു ദിവസം പ്രഭാതത്തിൽ നടന്ന സംഭവമാണ് നാം വായിച്ചത്. അതിലുള്ള ഒരു ഭാഗമാണ് നാം വായിച്ചത്. ഒരു ദിവസം ഗലീല തടാകത്തിൻ്റെ കരയ്ക്ക് രാവിലെ നിൽക്കുകയാണ്. ജനം കണ്ടവാനമുണ്ട്. അവൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്നു. അപ്പോൾ യേശുവിന് അവരെ അഭിസംബോധന ചെയ്യാൻ ഒരു സംവിധാനം വേണം. അപ്പോഴാണ് ആ കരയടുത്ത് കിടക്കുന്ന 2 പടക് ശ്രദ്ധയിൽപ്പെട്ടു. അതിലൊന്ന് ശിമോൻ പത്രോസിൻ്റേതാണ്. കർത്താവ് പടയിൽ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അതൊക്കെ 1-ാം വാക്യം മുതൽ താഴോട്ടുണ്ട്. അവനോട് അപേക്ഷിച്ചു. ജനത്തോട് സംസാരിച്ച് കഴിഞ്ഞ് എത്ര നേരം എന്നറിയത്തില്ല. സംസാരിച്ച് കഴിഞ്ഞിട്ട് കർത്താവ് പത്രോസിന് നേരെ തിരിഞ്ഞു. 4-ാം വാക്യം, സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കരയടുത്താണ് കിടക്കുന്നത്. കരയിൽ നിന്ന് ഒരല്പം മാറ്റിയിട്ടിരിക്കുക. അതൊരു പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് യേശു ക്രിസ്തു ജനത്തോട് പ്രസംഗിക്കുകയാണ്. എത്ര നേരം പ്രസംഗിച്ചു എന്ന് നമുക്ക് അറിയത്തില്ല. ഏതായാലും കുറച്ച് സമയം ആയിക്കിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു പത്രോസിനോട് പറയുന്നു, സംസാരിച്ച് തീർന്നു. എന്നിട്ടാണ് പറഞ്ഞത്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കണം. ആ സമയത്ത് പത്രോസ് പറഞ്ഞ മറുപടിയാണ് നാം വായിച്ചത്. പത്രോസ് പറയുന്നു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എങ്കിലും ഒന്നും കിട്ടിയില്ല. ഈറ്റത്തൊന്നും കിട്ടിയില്ല. പക്ഷേ അവൻ്റെ അടുത്ത വാക്ക്, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഈ പത്രോസ് ആദ്യമായിട്ടല്ല ചിലക്ക് തോന്നും ആ സംഭവത്തിൽ ആദ്യമായിട്ടാണ് പത്രോസ് യേശുവിനെ കാണുന്നതെന്ന് തോന്നും. അല്ല, പത്രോസ് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം വായിച്ചാൽ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരും കൂടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ കണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുകയും ആ 2 ശിഷ്യന്മാർ യേശുവിൻ്റെ പിന്നാലെ പോവുകയും ചെയ്തു. അവർ ചോദിച്ചു, ഗുരു, നീ എവിടെ പാർക്കുന്നു? അപ്പോൾ കർത്താവ് പറഞ്ഞു, വന്ന് കാണുക. അവൻ്റെ അടുക്കൽ ചെന്നു. അതിലൊരുത്തൻ അന്ത്രയോസായിരുന്നു. മറ്റേ ആളുടെ പേര് എഴുതിയിട്ടില്ല. ആ അന്ത്രയോസ് ഉടനെ ചെയ്തത് തൻ്റെ സഹോദരനായ പത്രോസിനെ ചെന്ന് കണ്ടിട്ട് അവനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇങ്ങനെ കർത്താവിൻ്റെ പരസ്യശുശ്രൂഷ ആരും, അല്ലെങ്കിൽ തൻ്റെ സ്നാനം 30-ാം വയസ്സിൽ സ്നാനത്തിനും ഉപവാസത്തിനും മരുഭൂമിയിലെ പരീക്ഷയ്ക്കും ശേഷമാണ് നടന്ന ഒരു സംഭവമാണ് അത്. പത്രോസ് ആദ്യമായി യേശുവിങ്കൽ വന്നത്. പിന്നെ അതിൻ്റെ 3-ാം ദിവസം ഗലീലയിലേക്ക്, അതെല്ലാം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് വിവരിക്കുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് യേശുവിൻ്റെ ശിഷ്യനായി ആ 1-ാം അധ്യായത്തിൽ നിന്ന് പലരെയും ശിഷ്യന്മാരാക്കിയ കാര്യം എഴുതിയിട്ടുണ്ട്. അവരൊക്കെ ഈ കർത്താവിനോട് കൂടെ എപ്പോഴും ഉള്ള അവസ്ഥയിലല്ല. നമ്മുടെ ഇന്നത്തെ വഴി പറഞ്ഞാൽ വിശ്വാസിയാണ്. സാധാരണക്കാർക്ക് വിശ്വാസികളായി യേശുവിൽ വിശ്വസിച്ചു. പക്ഷേ അവരവരെ നിത്യജീവിതവുമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ അത് കുറേ നാളുകൾ നീണ്ടു. ചിലപ്പോൾ ഒരു 8-10 മാസം അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ ഏകദേശം 1 വർഷം അങ്ങനെ ആയിരിക്കാം. അല്ല, ഇനി
അപ്പോസ്തലന്മാരെന്നുള്ള നിലയ്ക്ക് കർത്താവിനോട് കൂടെ എന്നും ഇരിക്കത്തക്ക രീതിയിൽ പത്രോസിനെ വിളിക്കുന്ന സന്ദർഭമാണ് ലൂക്കോസ് ഇവിടെ വിവരിച്ചത്. കാരണം 11-ാം വാക്യം, പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ച് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. അത് ഞാൻ പറഞ്ഞേ, വിശ്വാസികളായി കുറച്ചുനാൾ തുറന്നവർ സകലവും വിട്ട് യേശുവിനെ അനുഗമിക്കുന്ന രീതിയിൽ മാറിയ ഒരു സന്ദർഭമാണ് ഇത്. അതിന് ഇടയാക്കിയൊരു സന്ദർഭം കൃപയാൽ ലൂക്കോസ് 5-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്തു നിന്ന് 1 മുതൽ 11 വരെയുള്ള ഭാഗത്തു നിന്ന് 3 പ്രധാന ദൂതുകൾ കർത്താവ് എനിക്ക് തന്നാൽ അത് സന്ദർഭവശാൽ എപ്പോഴെങ്കിലുമൊക്കെ പങ്കുവെക്കാം. അതിലൊന്ന് നിന്റെ വാക്കിന്. കാരണം എന്താ? നിന്റെ വാക്കിനെന്ന് ശിമോൻ പത്രോസ് പറയാൻ കാരണം, രാത്രി ഒന്നും കിട്ടിയില്ല, അത് പട്ടാപ്പകലാണ്. ഏതൊരു മനുഷ്യനും അറിയാം, രാത്രി കിട്ടാത്തത് പകൽ കിട്ടത്തില്ല. മീൻപിടുത്തത്തിന് ഏറ്റവും അനുയോജ്യം രാത്രി ഇരുട്ടത്താണ്. പകൽ മീൻ പിടിക്കാൻ പോയാൽ കിട്ടാറില്ല. ഒന്ന്. അപ്പോൾ സാമാന്യ ബുദ്ധിക്കെതിരാണ് ആ വാക്ക്. ഏതാ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുമെന്ന് കർത്താവ് പറഞ്ഞത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണ്. മാത്രമല്ല പ്രകൃതി നിയമങ്ങൾക്ക് നിരക്കാത്തതാണ്. ഇരുട്ടത്താണ് സാധാരണ മീൻ ശരിക്ക് കിട്ടുന്ന ഇരുട്ടത്താണ്. പകൽ പോയാൽ വല്ല എന്തെങ്കിലും കിട്ടും എന്നല്ലാതെ മീൻപിടുത്തം ശരിയായ രീതിയിൽ നടക്കുന്ന ഇരുട്ടത്താണ്. മാത്രമല്ല കർത്താവിൻ്റെ വാക്ക് സാധാരണയുള്ള മനുഷ്യരുടെ ചിന്തയ്ക്കൊത്തണമല്ല. പോപ്പുലർ തിങ്കിങ്, ഇയാൾ എന്ത് മണ്ടത്തരമായി പറയുന്നേ എന്നേ അത് കേൾക്കുന്ന ആരും ചിന്തയുള്ളൂ. കാരണം രാത്രി കിട്ടാത്തതാണ് ഇപ്പോൾ പകൽ കിട്ടാൻ പോകുന്നത്. മനുഷ്യൻ്റെ പോപ്പുലർ തിങ്കിങ്ങിന് വിരുദ്ധമാണ്. മാത്രമല്ല പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അവൻ 2-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, വല കഴുകി രാത്രി പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടാതെ വല കഴുകി ഉണങ്ങാനിട്ടേച്ച് വീട്ടിൽ പോകാനിരിക്കുന്നതിനോടാണ് പറയുന്നേ. പിന്നെ ഇടാൻ പകല് രാത്രി ഒന്നും കിട്ടാത്ത അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തം ഇഷ്ടത്തിന് തന്നെ വിരുദ്ധമാണ്. നിൻ്റെ വാക്ക് നീ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുക, എനിക്കിഷ്ടമായിട്ടല്ല. നിൻ്റെ വാക്കിന് വലയിറക്കാന്ന് പറഞ്ഞാൽ ഞാനാണ് എൻ്റെ ഈ സ്വന്തം ഇഷ്ടപ്പെടാൻ ഞാൻ ചെയ്യത്തില്ല. എന്നാൽ അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യാം നിൻ്റെ വാക്കിന്. അപ്പോൾ എന്താണ് യേശുവിൻ്റെ പത്രോസിന് അറിയാമത്? കാരണം കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ ഈ ശിഷ്യനും അവിടെയുണ്ട്. യേശു ഒറ്റയ്ക്കല്ലായിരുന്നു അവിടെ, യേശുവിൻ്റെ ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. യോഹന്നാൻ 2-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. പല കാര്യങ്ങളും പത്രോസിന് അറിയാം. അപ്പോൾ നിന്റെ വാക്ക് എന്ന് പറയുമ്പോൾ ആ വാക്കിനൊരു പ്രത്യേകത ഉണ്ടെന്നും പത്രോസിന് അറിയാം. എന്താ കർത്താവിൻ്റെ വാക്കിൻ്റെ പ്രത്യേകത? ഒന്ന്, വെറും വാക്കല്ല. ലോകത്തിലെ മനുഷ്യൻ എന്തെങ്കിലും പറയാം, കിട്ടിയ ഒരു ആന പോയ ഒരു വാക്ക് എന്ന മട്ടിലുള്ളതല്ല. അവനൊന്ന് പറഞ്ഞാൽ അവൻ നമ്മെക്കുറിച്ചുള്ള അവൻ്റെ വലിയ ചിന്തയിൽ നിന്നാണ് അവൻ പറയുന്നത്. ആ വാക്കിന് വിലയുണ്ട്. 2, നമ്മെക്കുറിച്ചുള്ള തൻ്റെ ഇഷ്ടത്തിൽ നിന്നാണ് കർത്താവ് ഒരു വാക്ക് പറയുന്നത്. മാത്രമല്ല അവൻ്റെ വാക്ക് അധികാരത്തിൻ്റെ വാക്കാണ്. ചെയ്യുന്ന പറഞ്ഞാൽ നടക്കും. ആദ്യത്തെ അടയാളം ചെയ്തപ്പോൾ വെള്ളം കോരി നിറയ്ക്ക് കൊണ്ട് കൊടുക്ക് കർത്താവ് പറഞ്ഞു, അതുപോലെ നടന്നു. അധികാരം, ദൈവത്തിൻ്റെ അധികാരം അടയാളങ്ങളെ ആരംഭമായി ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ പത്രോസോടുണ്ടല്ലോ. അപ്പോൾ അവൻ്റെ അധികാരം മാത്രമല്ല അവൻ്റെ ശക്തി, അവൻ്റെ വല്ലഭത്വം. കർത്താവ് ഒരു വാക്ക്, നിന്റെ വാക്കിന്. അപ്പോ ദൈവത്തിൻ്റെ വാക്കിന് വലയിറക്കുന്ന, അതിപ്പോൾ ഇവിടെ ഈ വലയിറക്കുന്ന സംഭവം ജീവിതത്തെ കർത്താവ് പറഞ്ഞത് ഒത്തവണ്ണം തിരിക്കുന്ന മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് എന്താ അനുഭവം ഉണ്ടാകുക, എന്താ പ്രയോജനം? ഞാനത് 3 കാര്യം നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് പറഞ്ഞപ്പോൾ കർത്താവായേശുവിൻ്റെ വാക്കിന് വലയിറക്കിയ മനുഷ്യന് അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? നമ്മുടെ ജീവിതത്തിലും
അവൻ്റെ വാക്ക് കേട്ട് ആ വ്യക്തമായി കർത്താവിനെ അനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിലും എന്ത് പ്രയോജനമായി തീരും എന്ന ആ 3 അനുഭവങ്ങളിൽ നിന്ന് ഞാൻ വിവരിക്കാം. നിന്റെ വാക്കിന്, ഞാൻ പറഞ്ഞല്ലോ, അവനെ വെറും വാക്ക് പറയുന്നവനല്ല, അവൻ്റെ മഹത്തായ ചിന്തയ്ക്ക്, നമ്മെക്കുറിച്ചുള്ള അവൻ്റെ മഹത്തായ ചിന്തയിൽ നിന്നാണ് അവൻ്റെ വാക്ക് വരുന്നത്. പത്രോസിനെ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കാൻ പറഞ്ഞപ്പോൾ കർത്താവ് ഒരു വലിയ പദ്ധതി മുന്നിൽ തൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അത് പറഞ്ഞു. മാത്രമല്ല, പത്രോസിനെ കുറിച്ച് തൻ്റെ ഇഷ്ടം, പത്രോസിൻ്റെ പിൽക്കാല ജീവിതം എന്തായിത്തീരുമെന്ന് എൻ്റെ കർത്താവിന് അറിയാം. അപ്പോൾ നമ്മുടെ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണേലും എടുത്ത് ചാട് എന്ന് കർത്താവ് പറയുമ്പോൾ അത് പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണെങ്കിലും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വിരുദ്ധമാണെങ്കിലും അവനാണ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ അത് തീർച്ചയായിട്ടും വെറുതെ ആകത്തില്ല. അപ്പോൾ അവനെ അങ്ങനെ ചെയ്തത് കൊണ്ട്, യേശുവിൻ്റെ വാക്കിന് അവൻ്റെ വല ഇറക്കിയത് കൊണ്ട് പത്രോസിന് എന്ത് ഗുണമുണ്ടായി? ഒന്ന്, അവൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി അന്നുവരെയും കണ്ടിട്ടില്ലാത്ത വലിയൊരു അത്ഭുതം കാണുവാനിടയായി. 6-ാം വാക്യം, അവർ അങ്ങനെ ചെയ്തപ്പോൾ, എങ്ങനെ? കർത്താവ് ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞപ്പോൾ അവൻ്റെ വാക്ക് പോലെ അവർ ചെയ്ത സമയത്ത്, അടുത്തെഴുതിയിരിക്കുന്നു, പെരുത്തു മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. അപ്പോ ഒരു പുതിയ അത്ഭുതം. മല കഴുകി കെട്ടി ഉണങ്ങാൻ തേച്ച് ഒന്നുമില്ലേ എന്നും പറഞ്ഞ് പോകാനൊരുങ്ങിയവൻ അവൻ കണ്ണുകൾ നീക്കിയായപ്പോ, 9-ാം വാക്യം, അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. അതാ ഞാൻ പറഞ്ഞ കണ്ണുകൾ നീക്കാൻ. ഇതെവിടുന്ന? യേശു ക്രിസ്തുവിൻ്റെ വാക്കിന് അനുസരിച്ച് ജീവിതത്തെ നീക്കിയാൽ, ജീവിതപ്പടക് നീക്കി യേശുവിൻ്റെ വാക്ക് പോലെ പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ ദൈവത്തിന് ഒന്നുമില്ലാത്തടത്ത്, ശൂന്യതയുടെ സ്ഥാനത്ത് ദൈവത്തിൻ്റെ വലിയ അത്ഭുതം കാണുവാൻ നമുക്കിടയാകും. പത്രോസ് ചിന്തിക്കാൻ പറ്റുന്നില്ല. നോക്കണേ, ചിന്തിക്കാൻ പറ്റുന്നില്ല. മഹാത്ഭുതം. അതാ പറഞ്ഞ സംഭ്രമം പിടിച്ച് ഇങ്ങനെ നിൽക്കുക. നമുക്ക് സ്തംഭിച്ചു പോയാൽ ആ വ്യക്തിയെ പലരും വന്ന് തട്ടി ഉണർത്തേണ്ടി വരും. ഒന്ന് കാര്യം സ്തംഭിച്ചു പോയി. ഇതെന്തോ അത് ചില വാ ഒളിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുക. കാരണം അത്ര വലിയ അത്ഭുതം. ഞാൻ എന്ന് പറയട്ടെ, ചോദ്യം ചെയ്യാതെ, യുക്തിക്കാതെ ദൈവത്തെ ആരനുസരിച്ചിട്ടുണ്ടോ, കർത്താവിൻ്റെ കൽപ്പനയെ ആരനുസരിച്ചിട്ടുണ്ടോ, അവർക്കാർക്കും യേശുവിൻ്റെ വാക്കിന് നമ്മുടെ ജീവിതത്തെ ഇറക്കിയാൽ, കർത്താവാശിൻ്റെ വാക്കിനനുസരിച്ച് നാം നീങ്ങിയാൽ, കർത്താവ് പറയുന്നത് ചെയ്യാൻ തയ്യാറായാൽ, ജീവിതത്തിൽ പുതിയവുമായി ഒരിക്കലും അനുഭവിച്ചിട്ടാത്ത, മറ്റാർക്കും വർണ്ണിക്കാനാവാത്ത പുതുമയാർന്ന ഒരു ബന്ധത്തിലേക്ക് അത് നമ്മെ നയിക്കും. മാത്രമല്ല, മറ്റു കാര്യങ്ങൾ പറയാം. അതിൻ്റെ 10-ാം വാക്യം, ശിമോൻ്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സുബദി മക്കൾക്കും അവണ്ണം തന്നെ യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. മനുഷ്യരെ പിടിക്കാൻ, മറ്റു വാക്യം പറഞ്ഞാൽ ഒരു പുതിയ ശുശ്രൂഷ. അവൻ മീൻ പിടിച്ചു നടന്നതാണ്. അവനതേ അറിയത്തുള്ളൂ. അവൻ്റെ യോഗ്യത എന്താണെന്ന് അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. 4-ാം അധ്യായത്തിൽ അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ, ഒന്നും അറിയത്തില്ല. പഠിപ്പില്ലാത്തവർ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമില്ലാത്തവർ, ഒന്നും അറിയാത്തവർ. പക്ഷേ ഇപ്പോഴുണ്ടല്ലോ ഒരു പുതിയ ശുശ്രൂഷ, അല്ലെങ്കിൽ ന്യൂ സ്ഫിയർ ഓഫ് ആക്ഷൻ, ഒരു പുതിയ കർമ്മപദം. അപ്പോൾ അവൻ്റെ മുന്നേറ്റം എന്താ? മനുഷ്യരെ പിടിക്കുന്ന ശുശ്രൂഷ. അനേക ദൈവദാസന്മാർ, അനേക ഭക്തന്മാർ
അവൻ്റെ വാക്കിനും കടലിൽ വല ഇറക്കിയത് ലോകമാകുന്ന കടൽ അവൻ്റെ വാക്കിനനുസരിച്ച് അതുപോലെ ചെയ്തപ്പോൾ അവരുടെ എല്ലാ ജീവിതത്തിൽ ഇതുപോലെ സംഭവിച്ചു. പലരും അറച്ചു നിർത്തുക, പലരും കർത്താവിനെ അനുഗമിക്കണമെന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അനുഗമിക്കാൻ പറ്റുകയില്ല. എൻ്റെ ചുറ്റുപാട്, കെട്ടുപാട്, മറ്റു പലതും ഇങ്ങനെ ചുറ്റി നിൽക്കുക. എന്നാൽ അവൻ്റെ വാക്ക് കേട്ട് അതനുസരിച്ച് നീങ്ങിയാൽ ഞാനീ പറഞ്ഞ 3 അനുഭവം ജീവിതത്തിലുണ്ടാകും. അവൻ്റെ അത്ഭുതം. ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഒരിക്കൽ DL മോഡി പ്രാർത്ഥനാ യോഗത്തിന് ഹെൻറി വാല എന്ന് പറഞ്ഞ ഒരു ദൈവാസൻ്റെ അവിടെ ഒരു യോഗത്തിന് പോയപ്പോൾ, പ്രസിദ്ധനായ മോഡിയാണ്, പക്ഷേ ഹെൻറി വാല ഒരു നാടൻ ഉപദേശി, ഒരു പരിക്കൻ. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ, മോഡി അമേരിക്കാരനാണ്, അദ്ദേഹം മറ്റേയാൾ ബ്രിട്ടീഷുകാരാണ്. അദ്ദേഹത്തിന് അവിടെ ഒരു പ്രാർത്ഥനാ യോഗത്തിന് പോയപ്പോൾ അദ്ദേഹം ഹെൻറി വാല ഇങ്ങനെ പറഞ്ഞു: സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തെ കൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ. അത് കേട്ട ഉടനെ പ്രസിദ്ധ പ്രസംഗനായ എന്നെ അയാൾ അവഗണിച്ചില്ലേ എന്നൊന്നും മൂടി ധരിച്ചില്ല. ഇന്ന് നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുള്ളൂ. ഉടനെ മുഴുവൻ കർത്താവേ ആ മനുഷ്യൻ ഞാനാകട്ടെ ഇതും പറഞ്ഞ് താൻ താഴ്ത്തി ദൈവത്തിനെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. മുടിയെക്കുറിച്ച് പറയുന്നത് ഒരു കാൽ യൂറോപ്പിലും ഒരു കാൽ അമേരിക്കയിലും വെച്ച 2 ഭൂഖണ്ഡങ്ങളെയും കർത്താവിന് വേണ്ടി ഇളക്കിയ ദൈവാസൻ. അപ്പോൾ അവൻ്റെ വാക്കിന് ജീവിതം സമർപ്പിച്ചാൽ കർത്താവ് എന്തു പറഞ്ഞോ അതിന് ചോദ്യം ചെയ്യാതെ, യുക്തിക്ക് നിരക്കാത്തായാലും പോഷത്വമായാലും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ, നമ്മെ സമർപ്പിച്ചാൽ, ഒരുപക്ഷെ ചുറ്റുമുള്ളവരൊക്കെ അതിന് വിരുദ്ധമായിരിക്കാം. എല്ലാവരും അവൻ കാണിക്കുന്ന മണ്ടത്തരമാണെന്ന് പറഞ്ഞേക്കാം. ഉച്ചവർ നെറ്റി ഒടിച്ചേക്കാം. ചിലർ പരിഹസിച്ചേക്കാം, എന്നാ പോഷത്വമായി കാണിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഒന്നും കാണാതെ കർത്താവായേശുവിൻ്റെ വാക്കിന് മാത്രം വലയിറക്കിയോ പിന്നെ വരുന്നത് ദൈവത്തിൻ്റെ അത്ഭുതമാണ്. പത്രോസിൻ്റെ ജീവിതം അത് കാണിക്കുന്നു. മാത്രമല്ല, ഒരു പുതിയ ബന്ധം, നിത്യതയോളം നിലനിൽക്കുന്ന ബന്ധം, ഒരു പുതിയ ദൗത്യം. പിന്നെ പത്രോസിൻ്റെ ജീവിതം കണ്ട് ഞാൻ പറയണ്ടല്ലോ. കുറച്ച് നാളുകൾ കർത്താവിന് പുറകെയായി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നടന്നു, ഉയർത്തെഴുന്നേൽപ്പ് നടന്നു, സ്വർഗ്ഗാരോഹണം നടന്നു. അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പത്രോസിൻ്റെ മേലും 120 പേരുടെ മേൽ ഇറങ്ങിയ കൂട്ടത്തിൽ പത്രോസിന് മേലും ഇറങ്ങി. പത്രോസ് അവിടെ എഴുന്നേറ്റിരുന്നു. പത്രോസിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ 3000 പേരെ ഒറ്റ ദിവസം സന്ദർശിക്കുവാൻ കാരണമായി. പിന്നെ അവൻ്റെ നിഴലിൽ വീഴുന്ന, പത്രോസിന് നടന്നു പോകുന്നിടത്ത് അവൻ്റെ നിഴലെങ്കിലും തട്ടിയാൽ രോഗികൾ സൗഖ്യമാക്കുന്ന നിലയിലെത്തി. അങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ നടന്നില്ലെങ്കിലും അത്ഭുതകരമായ ദൈവിക നടത്തിപ്പ്, ദൈവത്തിൻ്റെ അത്ഭുതം ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാം, കർത്താവിനെ വിളിച്ചപ്പോൾ എന്നെ ഒന്നും കാണാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ എൻ്റെ കർത്താവിനെ നോക്കി ഇറങ്ങി. കൃപയാൽ ഇത്രയും വർഷം അവൻ അത്ഭുതകരമായ, അവൻ്റെ അത്ഭുതം മാത്രം എനിക്ക് പറയാനുള്ളത് മാത്രമാണ് അത്ഭുതകരം. എനിക്കറിയത്തില്ല എങ്ങനെയാണ്. 53 വർഷം, അതിൽ സുവിശേഷ വേലയിൽ തന്നെ ഏതാണ്ട് 50 വർഷമാകുന്നു. 4 വർഷം മാത്രമേ സ്ഥിരമായ വരുമാനം ഉണ്ടായിരുന്നുള്ളൂ. പിന്നുള്ളത് അങ്ങനെയല്ല. പക്ഷേ ഇന്ന് വരെ എൻ്റെ കർത്താവിനെ കേട്ടിട്ടില്ല. ഒരു മനുഷ്യനെ മുഖത്ത് നോക്കാതെ അവനെ നോക്കി ഇറങ്ങി, അവൻ്റെ വാക്കിന് വലയിറക്കി ഇന്ന് യോളം അവൻ്റെ അത്ഭുതം അനുഭവിച്ചു ജീവിക്കുന്നു. അവൻ്റെ പേര് തന്നെ അത്ഭുതം എന്നാണല്ലോ. അത് മാത്രമല്ല, ഒരു പുതിയ ബന്ധം, ഒരു പുതിയ കർമ്മപദം. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. പത്രോസ് മനുഷ്യരെ പിടിച്ചുകൂട്ടി. അവൻ്റെ ധൈര്യം ഭരണകൂടത്തെ വിറപ്പിച്ചു. പ്രിയ ദൈവമേ, അവൻ്റെ വാക്കിന്
യുക്തിക്ക് ഒരുപക്ഷെ യുക്തിക്കെതിരായിരിക്കാം, പ്രകൃതി നിയമങ്ങൾക്കെതിരായിരിക്കാം. ഭോഷനെ പോലെ യേശുവിനെ അനുസരിച്ചാൽ, ഭോഷനെ പോലെ കർത്താവിൻ്റെ വാക്കിന് ചെവി കൊടുത്താൽ, അതുപോലെ ചെയ്താൽ, എന്ത് ചെയ്യാൻ പറയുന്നോ അതുപോലെ ചെയ്താൽ അവൻ്റെ അത്ഭുതം. ഒരു ജീവിതത്തിൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാണാൻ നമുക്ക് കഴിയും. മാത്രമല്ല, ഒരു പുതിയ ബന്ധം. അവൻ എന്ത് വന്നാലും എല്ലാം വിട്ടോ ഞാൻ യേശുവിനെ അനുഗമിക്കുന്നു, യേശുവിനെ പിൻപറ്റുന്നു, കർത്താവിൻ്റെ വക, ഞാൻ കർത്താവിനുള്ളത്, ഇനി എനിക്ക് യേശു മതി. ഒരു പുതിയ ബന്ധം. അത് തൽക്കാലത്തേക്കല്ല. നോക്കണേ, ഈ സംഭവം കർത്താവായ യേശുവിനോട് പറഞ്ഞിട്ടല്ല ചെയ്തത്. ആ മീൻ പിടിക്കാനേ പറഞ്ഞുള്ളൂ. അവൻ വലയിറക്കിയപ്പോൾ പിന്നീടുള്ള ചരിത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവൻ്റെ വാക്കിന് ജീവിതത്തെ വിട്ടുകൊടുത്ത ഒരു വ്യക്തിയും ലജ്ജിച്ചു പോയിട്ടില്ല, ഇന്നും ലജ്ജിച്ചു പോകുകയില്ല. കാരണം അവനാണ് പറഞ്ഞത്. അവൻ്റെ വലിയ ചിന്തയ്ക്കൊത്താണ്, അവൻ്റെ അധികാരത്തിൽ നിന്ന്, അവിടുത്തെ ശക്തിയുടെ ഭാഗമായിട്ടാണ് അവൻ തരുന്നത്. അത് നമ്മൾ കാണിക്കാൻ ഒരു റോമാലേഖനത്തിൽ ഫറവോനോട് മോശയെ കൊണ്ട് പറയിപ്പിച്ച ഒരു വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിനായിട്ട് തന്നെ നിന്നെ ഞാൻ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കുന്നതെന്നും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കേണ്ടതെന്ന് തന്നെ. അത് ന്യായവിധിക്കാണ്. എന്നാൽ അതിനൊരു മറുവശമാണ്. നമ്മോടുള്ള ബന്ധത്തിൽ, ദൈവത്തിലുള്ള ബന്ധത്തിൽ ആരും അറിയാതെ കിടന്ന, ഒന്നിനും കൊള്ളാതെ കിടന്ന എത്ര ജീവിതങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ കർത്താവിനെ മുഖത്ത് നോക്കിയ ജീവിതത്തെ സമർപ്പിച്ചു. അവർ ചരിത്രം സൃഷ്ടിച്ച പുരുഷന്മാരായി മാറി. വില്യം കേറി, ഡേവിഡ് ലിവിങ്സ്റ്റൺ, ഹഡ്സൺ ടൈലർ, ജോർജ് മുള്ളർ, ഇവരെ പേരുകൾ എങ്ങനെ നീണ്ടുപോകുന്നു. ഭാരതത്തിൽ എത്ര വിശുദ്ധന്മാർ ചരിത്രം സൃഷ്ടിച്ച, അവർ ചരിത്രം സൃഷ്ടിച്ച വ്യക്തികളായി, ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച വ്യക്തികളായി മാറി. എന്താ കാരണം? അവൻ്റെ വാക്കിന് വലയിറക്കി. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്ത് കർത്താവ് പറഞ്ഞോ അതവർ ചെയ്തു. അതവരെ വലിയ ഒരു പുതിയ അത്ഭുതം, ഒരു പുതിയ ബന്ധം, ഒരു പുതിയ കർമ്മപദം. എത്ര ഭാഗ്യം, എത്ര ശ്രേഷ്ഠം. പിന്നെ വലയെറിഞ്ഞുകൊണ്ട് അവൻ നടക്കണ്ട. ഒന്നും കിട്ടിയില്ലെന്ന് അവന് പരാതി പറയണ്ട. ഇപ്പൊ പിന്നെ പരാതിയല്ല, പിന്നെ ആവലാതിയല്ല, പിന്നെയോ നിറഞ്ഞു കവിയുന്ന അനുഭവം. പടക് ആഴത്തിൽ നിന്ന് കരയ്ക്കോട്ട് വന്നപ്പോൾ എന്താ, രണ്ട് പടകും പക്കോളം നിറഞ്ഞിരിക്കുക. ദൂരെ നോക്കുന്നവർക്ക് ശൂന്യമായ പടകല്ല കാണാൻ പറ്റുക. ഒരു പക്ഷേ പ്രസംഗം കേട്ട ആളുകൾ അന്നേരത്ത് പിരിഞ്ഞു പോയില്ലെന്ന് അറിയത്തില്ല. ആരെങ്കിലും രണ്ടുപേരോ മറ്റോ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അയ്യോ നോക്കി, ആ പടകിനകത്ത് നോക്കി, നിറഞ്ഞു കവിയുന്ന ശൂന്യതയല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അങ്ങനെ ദൈവകൃപയാൽ നിറയുന്ന, ദൈവസ്നേഹത്താൽ നിറയുന്ന, വിശുദ്ധിയാൽ നിറയുന്ന, കൃപാവരങ്ങളാൽ നിറയുന്ന, ദൈവ മഹത്വം വെളിപ്പെടുത്തത്തക്ക രീതിയിൽ നമ്മുടെ മുന്നിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളാൽ നിറയുന്ന, വർണ്ണിക്കാനാവാത്ത, സംഭ്രമം പിടിച്ചു പോകത്തക്ക രീതിയിൽ ദൈവം ചെയ്യുന്ന അവൻ്റെ പ്രവൃത്തികളെ നമ്മിൽ വെളിപ്പെടണമെങ്കിൽ അവൻ്റെ വാക്കിന് വലയിറക്കുക. അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഒരു ഭേദഗതിയും കൂടാതെ, ഒന്നുമില്ല, ഒരു മാറ്റവുമില്ലാതെ യേശു ക്രിസ്തുവിന് ഇടം കൊടുക്കുക. ബാക്കി ചരിത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ നടത്തട്ടെ. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, മറ്റനേകർക്ക് പ്രയോജനപ്പെടുവാൻ ഒരു പുതിയ കർമ്മപദം വെട്ടി തുറന്ന് നാം വിചാരിക്കാത്ത, നാം സങ്കല്പിക്കാത്ത, നാം ഊഹിക്കാത്ത അനുഭവത്തിൽ കർത്താവ് നമ്മെ നടത്തുന്നത് കാണുവാൻ ഇടയാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ വാക്ക്, കർത്താവിൻ്റെ വാക്കെങ്കിൽ അതനുസരിക്കാം. അത് ഭാഗ്യമായി മാറും. ഒരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സുന്ദരനായ സ്തോത്രം. അങ്ങയുടെ വാക്കിന് വലയിറക്കിയ പത്രോസ് അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച അത്ഭുതത്തെക്കുറിച്ച് അല്പം ചിന്തിപ്പാൻ അവിടെ ഞങ്ങൾക്കിടയാക്കിയല്ലോ. ആ യുക്തിക്ക് അതീതമായി, മറ്റ് പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായി അവൻ എങ്ങനെ അനുസരിച്ചപ്പോൾ
കർത്താവെ, ഒരു വലിയ അത്ഭുതം കാണുവാൻ അവനിടയായല്ലോ. അതവനെ ഒരു പുതിയ ബന്ധത്തിലേക്ക് നയിച്ചല്ലോ. അതവനെ ഒരു പുതിയ കർമ്മബോധത്തിലേക്ക് നയിച്ചല്ലോ. നാഥാ, അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായി കർത്താവിൻ്റെ വാക്കിന് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഒന്നും കാണാതെ ദൈവങ്ങളെ ഏൽപ്പിച്ച് ദൈവമൊത്തം കാണുന്ന കർത്താവുമായുള്ള നിസ്തുല ബന്ധത്തിൽ നാഥാ, അങ്ങേ വെളിപ്പെടുത്തുന്ന ബന്ധത്തിൽ കടന്നു വരുന്ന നാഥാ, പുതിയ കർമ്മബോധത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ച് അങ്ങിൽ നിന്ന് ധാരാളമായ അനുഗ്രഹം പ്രാപിക്കുന്ന ചരിത്രം സൃഷ്ടിക്കുന്ന അവസ്ഥയിൽ യോഗ്യതകളെ മാറ്റുവാൻ ഇടയാക്കണമേ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.